نحمده ونصلي على رسوله الكريم أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر صدق الله العظيم. وقال النبي صلى الله عليه وسلم من اعتكف عشرا من رمضان كان كحجتين وعمرتين أو كما قال عليه الصلاة والسلام. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. റമദാൻ മാസം പൂർണ്ണമായും ഏറ്റവും കൂടുതൽ മഹത്വമുള്ള മാസമാണ്. എന്നാൽ ആ റമദാൻ മാസത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയും മഹത്വവുമുള്ള 10 ദിനരാത്രങ്ങളാണ് ഇന്നു മുതൽ തുടങ്ങുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും അള്ളാഹു ഒരുപാട് പ്രതിഫലങ്ങൾ, മഹത്വങ്ങൾ പ്രഖ്യാപിച്ചതുമായ ദിനരാത്രങ്ങളാണിത്. അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ഏറ്റവും കൂടുതൽ നന്മകൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും നന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി മത്സരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. അള്ളാഹു അത്തരത്തിലുള്ള ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ഈ 10 ദിവസങ്ങളിലെ ഇഅ്തികാഫ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സുന്നത്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലുമാണ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ ഇഅ്തികാഫിൻ്റെ നിയ്യത്തിലായിട്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ശരിയായ പൂർണ്ണമായ അർത്ഥത്തിൽ ഇതിനെ പൂർത്തിയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇഅ്തികാഫ് എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്ന, എല്ലാ നബിമാരുടെ കാലങ്ങളിലും ഉണ്ടായിരുന്ന ഒരു ഇബാദത്താണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അൻ തഹിറ ബൈതിയ ലിത്തായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയുണ്ടായി, നിങ്ങൾ മസ്ജിദുൽ ഹറാമിനെ ശുദ്ധിയാക്കുക, വൃത്തിയാക്കുക. ലിത്തായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. പരിശുദ്ധമായ കഅബ ഷരീഫിനെ തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി, അവിടെ ഇഅ്തികാഫ് ഇരിക്കുന്നവർക്ക് വേണ്ടി, അവിടെ ഇബാദത്തുകൾ നിർവഹിക്കുന്നവർക്ക് വേണ്ടിയായി മസ്ജിദിനെ നിങ്ങൾ ശുദ്ധിയാക്കുക, വൃത്തിയാക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചതായി ഖുർആനിൽ കാണാം. ഇബ്രാഹിം നബിയുടെ കാലം മുതൽക്കേ തന്നെ ഇഅ്തികാഫ് എന്ന് പറയുന്ന ഒരു അമലുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിലും
അള്ളാഹു സുബ്ഹാനഹു വ തആല തൂരി സീനായിലേക്ക് വിളിപ്പിച്ച് 40 ദിവസം അവിടെ ഇഅ്തികാഫിലായി ഇരുത്തുകയുണ്ടായി. 40 ദിവസത്തെ ഇഅ്തികാഫിന് ശേഷമാണ് ഇബാദത്തുകൾക്ക് വേണ്ടി ഒഴിവായിരുന്നതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് നൽകിയത്. 30 ദിവസം ഇരിക്കാൻ വേണ്ടി പറഞ്ഞു, പിന്നീട് വീണ്ടും 10 ദിവസം കൂടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ 40 ദിവസം പൂർത്തിയാക്കി. അതിനുശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് നൽകിയത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മുൻകാലങ്ങളിലെല്ലാം എല്ലാ പ്രവാചകന്മാരുടെയും അടുക്കലുള്ള സുന്നത്തായിരുന്നു ഇഅ്തികാഫ് അനുഷ്ഠിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഹിറാ ഗുഹയിൽ പോയി ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ ദിക്റിലായി, അള്ളാഹുവിൻ്റെ സ്മരണയിലായി, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് അവിടെ കഴിഞ്ഞുകൂടുമായിരുന്നു. അങ്ങനെ ആ ഇഅ്തികാഫിലായിട്ട് കഴിഞ്ഞുകൂടുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പരിശുദ്ധമായ ഖുർആന്റെ ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നത് ഈ ഇഅ്തികാഫ് എന്നൊരു അമലിലായി നബിതങ്ങൾ കഴിച്ചുകൂട്ടിയ സമയത്താണ്. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, ഇഅ്തികാഫ് എന്നുള്ളത് എല്ലാ നബിമാരിലുമുള്ള സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ പ്രത്യേകം സുന്നത്താക്കുകയും അതിനെ വളരെ വ്യവസ്ഥാപിതമായി വളരെ ഗൗരവത്തോടു കൂടി അതിനെ എല്ലാ വർഷവും അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. എല്ലാ റമളാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 ദിവസം കൃത്യമായി ഇഅ്തികാഫിന് വേണ്ടി ഒഴിവാക്കി വെച്ചിരുന്നു. ആദ്യത്തെ റമളാനിൽ, മദീനയിലേക്ക് വന്നതിന് ശേഷം ആദ്യത്തെ റമളാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യത്തെ 10 ദിവസം ഇഅ്തികാഫ് ഇരുന്നു. രണ്ടാമത്തെ 10ലും ഇഅ്തികാഫ് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, സഹാബാക്കളോട് പറഞ്ഞു, ആരൊക്കെ എന്നോടൊപ്പം ഇഅ്തികാഫ് ഇരുന്നോ അവർ മൂന്നാമത്തെ 10ലും കൂടി ഇഅ്തികാഫ് ഇരിക്കണം. കാരണം മൂന്നാമത്തെ 10ലാണ് ലൈലത്തുൽ ഖദ്ർ വരുന്നത്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് മൂന്നാമത്തെ 10ലാണ്. അതുകൊണ്ട് എന്നോടൊപ്പം 1ലും 2ലും ഇഅ്തികാഫ് ഇരുന്നവർ മൂന്നാമത്തെ 10ലും കൂടെ ഇഅ്തികാഫ് ഇരിക്കണം കേട്ടോ. അവസാനത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 ദിവസം ഇഅ്തികാഫ് ഇരിക്കുകയുണ്ടായി. കാരണം അതിന് തൊട്ട് മുമ്പത്തെ വർഷം ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നബിതങ്ങൾക്ക് ഇഅ്തികാഫ് ഇരിക്കാൻ കഴിഞ്ഞിരുന്നില്ല, ചില യാത്രകളുമായി ബന്ധപ്പെട്ട്. അതിന്റെ ഖളാ എന്നോണം അവസാനത്തെ റമളാനിൽ, അതിന് ശേഷമുള്ള റമളാനിൽ 2/10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫ് ഇരിക്കുകയുണ്ടായി. 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നു. പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഇഅ്തികാഫ് എന്നുള്ളത്. ഒരു ഭാഗത്ത് സുന്നത്താണ്, മറുഭാഗത്ത് ഒരുപാട് നന്മകൾ, പ്രതിഫലങ്ങൾ അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ആരെങ്കിലും റമളാനിന്റെ അവസാനത്തെ 10ൽ ഇഅ്തികാഫ് ഇരിക്കുകയാണെങ്കിൽ, അവസാനത്തെ 10ൽ ഇഅ്തികാഫ് ഇരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിൽ നിന്നും 3 കിടങ്ങ് ദൂരെയാക്കുന്നതാണ്. നരകത്തിൽ നിന്ന് 3 കിടങ്ങ് ദൂരെയാക്കുന്നതാണ്. അവന്റെയും നരകത്തിന്റെയും ഇടയ്ക്ക് 3 കിടങ്ങിന്റെ ദൂരം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത്രയും അവനെ നരകത്തിൽ നിന്ന് അള്ളാഹു മാറ്റും, സ്വർഗത്തിലേക്ക് അടുപ്പിക്കും. എന്നിട്ട് പറഞ്ഞു, അതിന്റെ ഓരോ കിടങ്ങിന്റെയും ദൂരം എത്രയാണെന്നറിയുമോ? സൂര്യൻ ഉദിക്കുന്നതിന്റെയും അസ്തമിക്കുന്നതിന്റെയും അത്രയും ദൂരമുണ്ടാവും. ഉദയാസ്തമന സ്ഥാനങ്ങളുടെ അത്രയും ദൂരമുള്ളതാണ് ഒരു കിടങ്ങിന്റെ ദൂരം. അങ്ങനെയുള്ള 3 കിടങ്ങ് അവനെ ദൂരെയാക്കുന്നതാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ പരിസരത്ത് പോലും അവൻ പോവില്ല എന്നർത്ഥം. അത്ര പ്രധാനപ്പെട്ട ഇബാദത്താണ്, അള്ളാഹുവിന് അത്രയും കൂടുതൽ ഇഷ്ടമുള്ള ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മൻ അഅ്തകഫ 10 മിൻ റമളാൻ, ആരെങ്കിലും 10 ദിവസം റമളാനിൽ ഇഅ്തികാഫ് അനുഷ്ഠിച്ചാൽ കാന കഹജ്ജതൈൻ വഉംറതൈൻ, അവൻ 2 ഹജ്ജും 2 ഉംറയും ചെയ്ത പ്രതിഫലമാണ്. 2 ഹജ്ജും 2 ഉംറയും ചെയ്ത പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പ്രതിഫലമായിരിക്കും അത്! എത്ര വലിയ പ്രതിഫലമായിരിക്കും! അള്ളാഹുവിന്റെ അടുക്കൽ അത്രയും ഇഷ്ടപ്പെട്ടതാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? അള്ളാഹുവിന്റെ വാതിൽക്കൽ വന്നിങ്ങനെ കിടക്കുകയാണ്. അള്ളാഹുവേ, നീ പുറത്ത് തരുന്നത് വരെ നിന്റെ വാതിൽക്കൽ ഞാൻ ഇവിടെ കഴിയുന്നതാണ്, ഞാൻ സത്യാഗ്രഹം ഇരിക്കുന്നതാണ്, ഞാൻ നിരാഹാരം ഇരിക്കുന്നതാണ്, ഞാൻ ഇവിടെ സമരം നടത്തുന്നതാണ്, നീ പുറത്തു തന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യജമാനന്റെ വാതിൽക്കൽ വന്ന ഒരാൾ
ഇങ്ങനെ താണ് കേണ് അപേക്ഷിച്ചു കൊണ്ടിരുന്നാലുള്ള അവസ്ഥ എന്താണ്? കുറെ നേരം ഇങ്ങനെ അപേക്ഷിക്കുന്നത് കാണുമ്പോൾ മനുഷ്യർക്ക് പോലും അലിവ് തോന്നും. അപ്പോൾ അള്ളാഹുവിന്റെ രാജാതിരാജനായ അള്ളാഹുവിന്റെ വാതിൽക്കൽ വന്ന് ഇത്തരത്തിൽ 10 ദിവസം ഒരേ ഇരിപ്പിരുന്നാൽ എന്തായിരിക്കും അള്ളാഹുവിന്റെ അവസ്ഥ? എത്ര ഇഷ്ടമാവും അള്ളാഹുവിന്. പുറത്തു കൊടുക്കാതിരിക്കാൻ അള്ളാഹുവിന് എങ്ങനെ കഴിയും? അള്ളാഹുവിന്റെ വീട്ടിൽ വന്ന് അള്ളാഹുവിന്റെ വാതിൽക്കൽ സമരം നടത്തുകയാണ്. അള്ളാഹുവെ, നീ എനിക്ക് പുറത്ത് തന്നേ പറ്റൂ, നീ പുറത്ത് തന്നേ പറ്റൂ. ഇതാണ് ഒരു ഇഅ്തികാഫിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ള മാനസികാവസ്ഥ. അങ്ങനെ വന്നിരുന്നാൽ പിന്നെ അള്ളാഹു എങ്ങനെ പുറത്തു കൊടുക്കാതിരിക്കും? അള്ളാഹു എങ്ങനെ അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാതിരിക്കും? അള്ളാഹു എങ്ങനെ അവന്റെ ഭാവി നന്നാക്കാതിരിക്കും? അതുകൊണ്ട് ബഹുമാനികളെ, ഇഅ്തികാഫ് എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അപ്പോ ഈ അവസാനത്തെ 10 പ്രധാനപ്പെട്ട ഒരു കാര്യം ഇഅ്തികാഫാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ 3-ാമത്തെ 10 അല്ലാഹു സുബ്ഹാനഹു വ തആല വച്ചിരിക്കുന്നത്. എന്താണ് ലൈലത്തുൽ ഖദർ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തെ ഇബാദത്തിനേക്കാളും ശ്രേഷ്ഠമായതാണ്. 1000 മാസത്തെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബാക്കൾ ഇരിക്കുന്ന സമയത്ത് മുൻകാലത്തുണ്ടായിരുന്നതായ ചില ആളുകളുടെ കഥ പറയുകയുണ്ടായി. 4 പ്രവാചകന്മാർ അല്ലെങ്കിൽ 4 മഹാന്മാരായ ആളുകൾ. അവർ 80 വർഷത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിലായി കഴിച്ചുകൂട്ടി. നിസാരമല്ല, 80 വർഷം നിരന്തരമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിലായിട്ട് കഴിച്ചുകൂട്ടി. നമ്മളുടെയൊക്കെ ആയുസ് തന്നെ 80 വയസ്സുണ്ടാവില്ല മൊത്തത്തിൽ. അവർ 80 വർഷം ജിഹാദിന്റെ മാർഗത്തിലായിട്ട് കഴിച്ചുകൂട്ടി. എത്ര വലിയ കൂലിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഈ കഥ ഇങ്ങനെ നിബിധങ്ങളെ പറഞ്ഞപ്പോ സഹാബത്തിന് ഇത് കേട്ടിട്ട് ഭയങ്കര ആവേശമായി, മറുഭാഗത്ത് ഭയങ്കര വിഷമമായി. അല്ലാഹുവേ, നമ്മളുടെ ആയുസ് മൊത്തത്തിൽ തന്നെ 70 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അവർ 80 വർഷമൊക്കെ ജിഹാദിലായിട്ട് കഴിച്ചുകൂട്ടി. അവരെവിടെ എത്തും, നമ്മളെവിടെ എത്തും? ഭയങ്കര വിഷമമായി. അള്ളാഹുവിന്റെ റസൂലെ, അവരിത്രയും ഇബാദത്തുകളൊക്കെ ചെയ്ത് എവിടെയൊക്കെ എത്തിയിട്ടുണ്ടാകും. നമ്മളുടെ അവസ്ഥ എന്താവും? സഹാബാക്കൾ വിഷമം പറഞ്ഞു. ഈ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖദർ ഇറക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറയുകയുണ്ടായി, സഹാബാക്കളോട് പറ, വിഷമിക്കണ്ട എന്ന് പറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ഒരു രാത്രി വെച്ചിട്ടുണ്ട്, വേറെ ഒരു സമുദായത്തിനും ഇത് കൊടുത്തിട്ടില്ല. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. ഒരു ദിവസം അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു രാത്രി കൊടുത്തിട്ടുണ്ട്. ആ രാത്രിയിൽ അവർ ഇബാദത്ത് ചെയ്താൽ 1000 മാസത്തിൽ കൂടുതൽ ഇബാദത്ത് ചെയ്തതിന്റെ കൂലി കിട്ടും. ഒരു വർഷത്തിൽ ഒരു രാത്രി. ഇതാണ് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത. ലൈലത്തുൽ ഖദർ ഒരാൾ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ 1000 മാസത്തിൽ കൂടുതൽ ഖൈറുൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. 1000 മാസം ഫിക്സഡ് ആണ്. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു ഖൈറുൻ, അത് അല്ലാഹു ആണ് പറയുന്നത്. അപ്പോൾ 1000 മാസത്തേക്കാൾ എത്ര കൂടുതലായിരിക്കുമെന്ന് അള്ളാഹുവിന് മാത്രം അറിയാം. അത്രയും കൂടുതൽ ഇബാദത്തിന്റെ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ് ഇന്നു മുതൽ തുടങ്ങുന്നതായ 10 ദിവസങ്ങളിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഒരു കൃത്യമായ ദിവസത്തിലാക്കി വെച്ചിട്ടില്ല. 3-ാമത്തെ 10 ഏത് ദിവസത്തിലും വരാം. പ്രത്യേകിച്ച് ഒറ്റ രാത്രികളിൽ ഏത് ദിവസത്തിലും വരാം. ചില മഹാന്മാർ 21 എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ 23 എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ 25 എന്ന് പറഞ്ഞിട്ടുണ്ട്, 27 എന്ന് പറഞ്ഞിട്ടുണ്ട്, 29 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരാനുള്ള കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ കൃത്യമായ ഒരു ദിവസത്തിലായിട്ട് വെച്ചിട്ടില്ല. ഈ 5 ദിവസങ്ങളിൽ ഏത് ദിവസത്തിലും മാറി മാറി വന്നുകൊണ്ടിരിക്കാം. ഓരോ വർഷത്തിലും ഓരോ ദിവസത്തിലായിട്ടായിരിക്കും മാറി വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണെന്ന് കൃത്യമായിട്ട് അറിയിച്ചു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി സഹാബാക്കളെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. ആ സമയത്ത് നോക്കുമ്പോൾ 2 സഹാബാക്കൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുന്നു, വഴക്കൂടിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ അറിയിച്ചു തരുന്നതിന് വേണ്ടിയാണ് വന്നത്. പക്ഷേ അള്ളാഹു അത് മറപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ 3-ാമത്തെ 10 ഒറ്റ രാത്രികളിൽ അതിനെ തേടിക്കൊള്ളുക. ഒരു ഭാഗത്ത് അത് ഖൈറാണ്,
അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മറപ്പിച്ച് കളഞ്ഞത്, കൃത്യമായ ഒരു ദിവസം പറഞ്ഞു തരാത്തത്, അത് ഖൈറാണ്. കാരണം എന്താണ്? ഒരു കൃത്യമായ ദിവസം നൽകിയിട്ട് എങ്ങാനും ആ ദിവസത്തിൽ ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്യാതെ പോയാൽ, മനഃപൂർവ്വം അവൻ ഇബാദത്തിൽ നിന്ന് മാറി നിൽക്കുകയും തിന്മകളിലായിട്ട് കഴിച്ചുകൂട്ടുകയും ചെയ്താൽ പിന്നെ അള്ളാഹു അവന്റെ കാര്യം കഷ്ടം തന്നെ. അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞേക്കാം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് പറഞ്ഞു തരാത്തത്. പക്ഷെ മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വലിയൊരു അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല തരാൻ പോയിട്ട് അതിനെ മാറ്റിക്കളഞ്ഞത് എന്തിന്റെ പേരിലാണ്? രണ്ടുപേർ തമ്മിൽ വഴക്ക് കൂടുന്നത് കണ്ടുകൊണ്ട്. ഉമ്മത്തിന്റെ ഇടയിൽ സഹോദരങ്ങൾ തമ്മിൽ, സത്യവിശ്വാസികൾ തമ്മിൽ തർക്കിക്കുന്നത്, വഴക്ക് കൂടുന്നത്, പിണങ്ങുന്നത്, അടിയുണ്ടാക്കുന്നത് എത്ര അപകടകരമായ കാര്യമാണ്, എത്ര ദുശ്ശകുനം നിറഞ്ഞ കാര്യമാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹം വരാൻ പോയി അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റി, രണ്ടുപേര് വഴക്കൂടുന്നതിന്റെ പേര്. ഇപ്പൊ നമ്മുടെ ഉമ്മത്തിൽ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ, നമ്മൾക്കിടയിൽ ഉണ്ടാകുന്നതായ പ്രയാസങ്ങൾ, നമ്മൾക്കിടയിൽ ഉണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകൾ, മഴയില്ലായ്മ, കാലാവസ്ഥയിൽ വ്യത്യാസം, വിളവില്ല, കച്ചവടമില്ല, രോഗങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ നമ്മളുടെ തന്നെ പ്രവർത്തനങ്ങളുടെ ഫലമായിക്കാവും. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ തന്നെ സമ്പാദിച്ചതിന്റെ ഫലമായിട്ടാണ്. നമ്മൾ തന്നെ ചെയ്യുന്നതായ തെറ്റുകളുടെ ശകുനമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ബഹുമാനികളെ, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട ദിവസങ്ങളാണ്. എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ സമ്മതിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയേണ്ട ദിവസങ്ങളാണ്, രാത്രികളാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരത്തിൽ അങ്ങേയറ്റം പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദിവസമാണ് ഈ 5 ദിനരാത്രങ്ങൾ. പ്രത്യേകിച്ച് ഇന്നത്തേത് 21-ാം രാവാണ്, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണ്. അള്ളാഹുവെ, ലൈലത്തുൽ ഖദ്ർ നൽകുന്നതായ നിന്റെ സത്യവിശ്വാസികളുടെ, നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഇനി ഉൾപ്പെടുത്തണേ എന്ന് നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്ത് പ്രതീക്ഷയിലായിട്ട് കഴിച്ചു കൂട്ടണം. ഇന്നു മുതൽ നമ്മൾ എല്ലാ രാത്രിയിലും ഞാൻ ജുമാക്ക് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സദഖ നമ്മൾ മാറ്റിവെക്കണം. ഇന്ന് ലൈലത്തുൽ ഖദ്ർ ആണെങ്കിൽ നമ്മൾ ഇന്ന് 10 രൂപ സദഖ ചെയ്യുകയാണെങ്കിൽ ലൈലത്തുൽ ഖദ്റിൽ 10 രൂപ സദഖ ചെയ്തതിന്റെ പ്രതിഫലം കിട്ടും. ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസം 10 രൂപ സദഖ ചെയ്തതിന്റെ കൂലി കിട്ടും. ഇനി കൊടുത്തില്ല, നമ്മൾ സദഖയുടെ നിയത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഈ 10 രൂപ എന്റെ സദഖയുടെ പൈസ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്നു. ഇത് ഒന്നിച്ചാവുമ്പോഴത്തേക്കും കൊടുത്താൽ മതി. അപ്പൊ ഈ 10 ദിവസവും തുടർച്ചയായിട്ട് നമ്മൾ അങ്ങനെ സദഖ ചെയ്താൽ ഉറപ്പായിട്ടും ഒരു ദിവസം ലൈലത്തുൽ ഖദ്ർ ആയിരിക്കും, അതിലൊരു സംശയവുമില്ല. അന്നത്തെ ദിവസം നമ്മൾ സദഖ ചെയ്തതിന്റെ കൂലി കിട്ടും. ഖൈറും മിൻ അൽഫി ഷഹർ. സുബ്ഹാനല്ലാഹ്. ഇന്ന് ലൈലത്തുൽ ഖദ്ർ ആണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യുക. 10 ദിവസവും ഏതെങ്കിലും ഒരു ദിവസം ലൈലത്തുൽ ഖദ്ർ ആയിരിക്കാം, അന്ന് നമുക്ക് ലൈലത്തുൽ ഖദ്റിൽ 2 റക്അത്ത് നമസ്കരിച്ചതിന്റെ കൂലി ഖൈറും മിൻ അൽഫി ഷഹർ. ഇന്ന് ലൈലത്തുൽ ഖദ്ർ ആണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ജുസു അല്ലെങ്കിൽ ഒരു പേജ്, ഒരു 1/4 ജുസു എങ്കിലും നമ്മൾ ഖുർആൻ ഓതുക. ആ നിയത്തിലായിട്ട് ഖുർആൻ ഓതുക. ഈ 10 ദിവസം തുടർച്ചയായിട്ട് ആ ഇബാദത്ത് ചെയ്താലോ, ഒരു ദിവസം എന്തായാലും ലൈലത്തുൽ ഖദ്ർ ആയിരിക്കും, അന്ന് നമുക്ക് ഉറപ്പായിട്ടും ഖൈറും മിൻ അൽഫി ഷഹർ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, ഇത്രയും വലിയ ഓഫറുകൾ, മെഗാ ഓഫർ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ദിവസങ്ങളാണ് ഈ ലൈലത്തുൽ ഖദ്ർ. ഇത് നഷ്ടപ്പെടുന്നവൻ എത്ര വലിയ നഷ്ടമായിരിക്കും. ഒരു വർഷത്തിൽ ആകെ 10 ദിവസം, അതിലും ആകെ 5 ദിവസം, ഏറ്റവും കുറഞ്ഞത് ഒറ്റ രാവുകളാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ. 365 ദിവസത്തിൽ 5 ദിവസത്തിന്റെ രാത്രികൾ മാത്രമാണ് അള്ളാഹു ചോദിക്കുന്നത്. അത് ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. ബഹുമാനികളെ, പാപമോചനത്തിന്റെ ദിവസങ്ങളാണ്, രാത്രികളാണ്. നരകമോചനത്തിന്റെ രാത്രികളാണ്. അതുകൊണ്ടാണ് നമ്മൾ 3-ാമത്തെ പത്തിൽ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അത്ഖിനി മിനൻ നാർ. അല്ലാഹുവേ, നീ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹുവേ. നമ്മൾ എത്ര ചിന്തയോടുകൂടിയാണ് ദുആ ചെയ്യുന്നത്. ബഹുമാനികളെ, നാവിലൂടെ വെറുതെ ഉരുവിടേണ്ട മന്ത്രങ്ങളല്ല ഇത്. ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ദുആയാണ്. അപ്പോഴാണ് അത് ദുആയായി മാറുന്നത്. അപ്പോഴാണ് അള്ളാഹു അത് കേൾക്കുന്നത്, അള്ളാഹു മറുപടി നൽകുന്നത്. നമ്മൾ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ട് ഇങ്ങനെ മന്ത്രം പോലെ ഉച്ചരിച്ചു കൊണ്ടിരുന്നാൽ എന്തർത്ഥമിരിക്കുന്നു? അള്ളാഹുവിനോട് നിങ്ങൾ അള്ളാഹു ദുആ സ്വീകരിക്കുമെന്ന ഉറപ്പോടുകൂടി ചോദിക്കാൻ അവർ, അപ്പോഴേ അള്ളാഹു ദുആ സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ എന്തോ പറയുന്നു, ആമീൻ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു,
അതിലെന്തർത്ഥമായിരിക്കുന്നു? ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്കൊരു ബോധം വേണം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ, അല്ലാഹുവേ നീ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ. വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ നീ എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ. ആയിഷ ബിബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളെ ഇന്ന് ലൈലത്തുൽ ഖദറാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്കിന്ന് ഉറപ്പായി ഇന്ന് ലൈലത്തുൽ ഖദറാണെന്ന്, എന്നാൽ ഞാൻ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ നീ പാപം പൊറുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാത്രമല്ല പാപം പൊറുക്കുന്നത് നിനക്ക് ഇഷ്ടമാണ്. സൃഷ്ടികളുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയാണല്ലോ അല്ലാഹു ഇരിക്കുന്നത്. നമ്മൾ മലക്കുകളെ കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തായിരുന്നു. 2 മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ വലതും ഇടതും ഇരിക്കാൻ വേണ്ടി, നമ്മുടെ നന്മ തിന്മകൾ എഴുതാൻ വേണ്ടി. മയൽഫിലു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. 2 മലക്കുകളുണ്ട്, അവരിങ്ങനെ മുഴുവൻ സമയവും രാത്രിയും രാവിലെയും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതായ മുഴുവൻ പ്രവർത്തനങ്ങളും എഴുതിയെടുക്കാൻ വേണ്ടി. എന്നാൽ 2 പേരുടെയും ജോലിയിൽ വ്യത്യാസമുണ്ട്. നന്മ എഴുതുന്നതായ മലക്കുകൾ ഒരു മനുഷ്യൻ എന്ത് നന്മ ചെയ്യുന്നോ ആ സ്പോട്ടിൽ അവർ എഴുതി വയ്ക്കും. എന്ത് നന്മ ചെയ്താലും അപ്പോൾ എഴുതി വയ്ക്കും. പക്ഷെ എന്തെങ്കിലും തിന്മ ചെയ്താലോ അള്ളാഹുവിന്റെ കരുണ നോക്കണം, അള്ളാഹുവിന് മനുഷ്യരോടുള്ള കാരുണ്യം എത്രത്തോളമാണെന്ന് നോക്കണം. എന്തെങ്കിലും ഒരു തിന്മ ചെയ്താൽ ആ മലക്ക് ഇങ്ങനെ എഴുതാൻ പോകുമ്പോൾ ഇപ്പുറത്തെ മലക്ക് വിളിച്ചു പറയും, ഏയ് നിക്ക്, ഇപ്പൊ എഴുതണ്ട, അവൻ തൗബ ചെയ്യുന്നോ ഇല്ലെന്ന് കൂടെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് എഴുതാം, ഇപ്പൊ അതിനെ പെൻഡിങ്ങിൽ വെച്ചെറിയണം. നോക്കൂ, ചില ഹദീസുകൾ വരുന്നുണ്ട് 3 മണിക്കൂറോളം ആ മലക്ക് കാത്തിരിക്കും. ചില ഹദീസിൽ വരുന്നുണ്ട് 6 മണിക്കൂറോളം ആ മലക്ക് കാത്തിരിക്കും. അല്ലാഹു അക്ബർ. നന്മ ചെയ്യുന്നതിൽ അങ്ങേയറ്റം ആഗ്രഹം താല്പര്യം കാണിക്കുന്ന അള്ളാഹു, തിന്മ ചെയ്യുന്നവരോട് അങ്ങേയറ്റം വിട്ടുവീഴ്ച കാണിക്കുന്ന അള്ളാഹു. നന്മ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ എഴുതാൻ വേണ്ടിയാണ് തീരുമാനം പറഞ്ഞിരിക്കുന്നത്. തിന്മ ചെയ്തു കഴിഞ്ഞാലോ ഒന്ന് വെയിറ്റ് ചെയ്യും, എന്റെ അടിമ തൗബ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കട്ടെ. നീ ഒരു തിന്മ ചെയ്താൽ ഉടനെ തന്നെ പെട്ടെന്നൊരു നന്മ ചെയ്തേക്കും. ഈ നന്മ ആ തിന്മയെ മായ്ച്ചു കളഞ്ഞേക്കും. അറിയാതെ എങ്ങാനും നിന്റെ ജീവിതത്തിൽ തിന്മയുണ്ടായി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹുലേക്ക് കൈ ഉയർത്തി ദുആ ചെയ്യും, അള്ളാഹുവെ പുറത്തു തന്നെ അറിയാതെ സംഭവിച്ചു പോയി. നീ തൗബ ചെയ്തു, വീണ്ടും അള്ളാഹു അത് പുറത്തു തരും. വീണ്ടും നീ അതിനെ പൊളിച്ചിട്ട് വീണ്ടും ആ തിന്മ ചെയ്തു, വീണ്ടും തൗബ ചെയ്തു, എന്നാലും അള്ളാഹു പുറത്തു തരും. വീണ്ടും തൗബയെ പൊളിച്ചിട്ട് തിന്മ ചെയ്തു, വീണ്ടും നീ തൗബ ചെയ്തു, എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ഇങ്ങനെ ഒരു ദിവസം നീ 70 തവണ ആവർത്തിച്ച് തെറ്റ് ചെയ്തു, എന്നിട്ട് വീണ്ടും ആവർത്തിച്ച് നീ തൗബ ചെയ്തു, എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ഓക്കെ, എന്ത് കാരുണ്യമാണ് അല്ലാഹു. നമ്മൾ അല്ലാഹുവിനെ മനസ്സിലാക്കാതെ പോയി, നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കാതെ പോയി, അറിയാതെ പോയി. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രീതിയിൽ ആയിഷ ബീവിയോട് നിബിധങ്ങൾ പറഞ്ഞു, തുഹിബ്ബുൽ അഫ്വ, ഈ ദുആ നീ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ. നമ്മൾ അതും പണ്ട് പഠിച്ചതുപോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിക്കണം സഹോദരൻ. പഠിക്കാൻ എന്തൊക്കെ വഴികളാണുള്ളത്, എത്ര മാർഗങ്ങളുണ്ട്. ഇവിടെ തന്നെ എത്ര ഉസ്താദന്മാരാണുള്ളത്. ഉസ്താദെ ഈ ദുആ എങ്ങനെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഉസ്താദെ ഞാൻ ഈ പറയുന്ന ദുആ ശരിയാണോ എന്ന് ചോദിക്കാൻ നമുക്ക് എന്ത് മടിയാണുള്ളത്. നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് പഠിച്ചതുപോലെ അഫു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എത്രയോ പേരെ കേട്ടിട്ടുണ്ട് നമ്മൾ അടുത്തിരിക്കുമ്പോൾ. ഒരു ഭാഗത്ത് അവരുടെ ഹൃദയത്തിന്റെ ഇഖ്ലാസ് അല്ലാഹു കബൂലാക്കും. എന്നാലും നമുക്കൊരു ബാധ്യതയുണ്ടല്ലോ, പഠിക്കുക എന്നുള്ളത്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഇൽമ പഠിക്കുക എന്നുള്ളത് ഫർളായ കാര്യമല്ലേ? ഇതൊക്കെ നമ്മളുടെ അനിവാര്യമായ കാര്യമായിരിക്കെ നമ്മൾ ഇതിൽ നിന്നും എങ്ങനെ അശ്രദ്ധ കാണിക്കും? ഒന്ന് പഠിക്കണം, സമയമെടുക്കണം. ഇത്രയും വലിയൊരു അനുഗ്രഹം അല്ലാഹു നമുക്ക് ഇവിടെ നൽകിയില്ലേ? ഇത്രയും വലിയൊരു മദ്രസയുടെ സൗകര്യം നൽകി, ഉസ്താദന്മാരുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, ആരെടുത്ത് വേണമെങ്കിലും ചോദിച്ചു പഠിക്കാമല്ലോ. പഠിക്കുക, ചോദിക്കുക എന്നുള്ള ഒരു സ്വഭാവം തന്നെ നമ്മളിൽ നിന്നില്ലാതെ പോയി. പണ്ട് എങ്ങനെ പഠിച്ചു വെച്ചോ അത് തന്നെ നമ്മളിങ്ങനെ. നമ്മുടെ സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര തെറ്റുണ്ടാവും? ഓരോ ദിവസവും നമസ്കാരത്തിൽ ഓതൽ നിർബന്ധമായ കാര്യം. ഫാത്തിഹ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമസ്കാരം തന്നെ ശരിയാവൂല. അതിലൊരു എക്സ്ക്യൂസും പറയാനില്ല. ഒരാൾ മുസ്ലിമായി അവനൊരു ഫാത്തിഹ പഠിക്കാനുള്ള സമയം എത്രയാണോ അത്രയും സമയം വരെ അവന്റെ നമസ്കാരത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പുറത്തു കൊടുക്കപ്പെടും. ഫാത്തിഹ പഠിക്കാനുള്ള അത്രയും സമയം കഴിഞ്ഞിട്ടും അവന്റെ ഫാത്തിഹയിൽ തെറ്റുണ്ടെങ്കിൽ പിന്നെ അവനക്കൊരു എക്സ്ക്യൂസും ഇല്ല.
പഠിക്കൽ നിർബന്ധമായ കാര്യമാണ്. നമ്മൾ എത്ര പേര് ഫാത്തിഹ ഓതി കേൾപ്പിച്ചിട്ടുണ്ട് ഇവിടത്തുള്ള ഉസ്താമാരടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മുത്തഅല്ലിമീങ്ങളടുത്ത്? പറഞ്ഞു വന്നത്, ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ട, ഈ ദുആ നീ പറയണം ലൈലത്തുൽ ഖദറാണെന്ന് അറിഞ്ഞാൽ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പുറത്തു കൊടുക്കുന്നവനാണ്, പുറത്തു കൊടുക്കുന്നത് നിനക്ക് ഇഷ്ടവുമാണ്. ഫഅഫു അന്നി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ. ഈ ദുആ നീ അധികമായി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ മൂന്നാമത്തെ പത്തിൽ ഈ ദുആയും അധികമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇത് നമസ്കാരത്തിന് ശേഷമുള്ള ഒരു മന്ത്രമാക്കി മാത്രം മാറ്റി. ഈ ദുആക്കളൊക്കെ നമസ്കാരത്തിന്റെ പുറത്ത് നമ്മൾ എത്ര ചെയ്തിട്ടുണ്ടാവും. ഇത് റമളാൻ മാസത്തിൽ പതിവാക്കണമെന്ന് പറഞ്ഞതാണ്, നമസ്കാരത്തിന് ശേഷം പതിവാക്കണമെന്നല്ല പറഞ്ഞു. നമ്മൾ നമസ്കാരത്തിന് വേണ്ടി മാത്രമുള്ള ദിക്റുകളാക്കി അതിനെ മാറ്റിവെച്ചു. മനസ്സിലാക്കണം, എന്താണ് നമ്മൾ ഇതിനകത്ത് ചോദിക്കുന്നത്? നമ്മൾ അള്ളാഹുവിനോട് എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിങ്ങനെ അശ്രദ്ധമായിട്ട് എനിക്ക് തരണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ അള്ളാഹു എന്തിരിക്കുന്നു? നമ്മൾ ആഗ്രഹത്തോടു കൂടി ചോദിക്കുമ്പോഴാണ് അള്ളാഹുവിന് തരാൻ താല്പര്യം ഉണ്ടാകുന്നത്. നമുക്ക് ഈ പറയുന്നത് എന്തെന്ന് തന്നെ അറിയില്ലെങ്കിൽ പിന്നെ എന്താഗ്രഹത്തിൽ നമ്മൾ ചോദിക്കും? പഠിക്കാൻ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നതായ ഈ ദിവസങ്ങളിൽ, ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നതായ ഈ രാത്രികളിൽ 3 കൂട്ടം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കത്തേയില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ ആകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മുഴുവൻ മലക്കുകളും ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങും. ഭൂമി മുഴുവനും ഇങ്ങനെ പരന്നു നടക്കും. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. രാവിലെ ആകുമ്പോൾ മലക്കുകളെല്ലാം കൂടി സമ്മേളനം ഒരുമിച്ച് കൂടും. ചോദിക്കും ജിബ്രീലിനോട്, എന്ത് സംഭവിച്ചു? അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു, 3 പേർക്ക് മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാനുള്ള തീരുമാനമേ എടുത്തിട്ടില്ല. അല്ലാഹു അക്ബർ. ഇത്രയും വിശാലമായി കരുണ ചെയ്യുന്നതായി ഈ രാത്രിയിൽ 3 പേർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. ആരായിരിക്കും അത്? ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമതായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവൻ, കള്ള്, മദ്യപിക്കുന്നവൻ, അതുപോലുള്ളതായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവൻ, അവൻ അതിൽ നിന്ന് തൗബ ചെയ്യാത്തിടത്തോളം ഈ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം പോലും അവനക്ക് കിട്ടൂല. ഇത്രയും കൂടുതൽ അള്ളാഹു ഔദാര്യത്തോടു കൂടി പുറത്തു കൊടുക്കുന്നതായ ആ ദിവസത്തിൽ പോലും അവന് പുറത്തു കൊടുക്കൂല ലഹരി പദാർത്ഥങ്ങൾ. ബഹുമാനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ഇവിടെ ഹറാമാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ നിയമമാണത്. അതിനെ ആ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മനുഷ്യനെ ഒഴിവാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആഖിറത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഹലാലാക്കി നൽകും. അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒഴിവാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൂറിലീങ്ങളെ നൽകും നമുക്ക്. ഇവിടെ മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹലാലാക്കി നൽകും. അതിങ്ങനെ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. അത് കുടിക്കാൻ പറ്റും, ബോധം നഷ്ടപ്പെടൂല, തലവേദന എടുക്കൂല, ഹാല് മാറൂല. സുന്ദരമായ മധുരമായ പാനീയം അല്ലാഹു സുബ്ഹാനഹു വ തആല, കള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നൽകും. സ്വർഗത്തിൽ കള്ളിന്റെ സദസ്സുകളുണ്ട്, മദ്യത്തിന്റെ സദസ്സുകളുണ്ട്. സ്വർഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ആഗ്രഹം ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ദുനിയാവിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളോട് വെറുപ്പുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഞാനിത് ഒഴിവാക്കുന്നു എന്തിന്? സ്വർഗത്തിൽ എനിക്കിത് കുടിക്കാൻ വേണ്ടി. ഞാനിത് ഒഴിവാക്കുന്നു എന്തിന്? എനിക്കിത് സ്വർഗത്തിൽ കിട്ടാൻ വേണ്ടി. അപ്പൊ സ്വർഗത്തിൽ മദ്യത്തിന്റെ സദസ്സുകളുണ്ട്. ഒന്നാമത്തെ സദസ്സ് എന്താണ്? 3 തട്ടുകളായിട്ടാണ്, 3 കാറ്റഗറി ആയിട്ടാണ്. ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലക്ഷറി ക്ലാസ്. ലോ ക്ലാസ്സിൽ എന്താണ് നടക്കുന്നത്? അവിടെ ഇങ്ങനെ മദ്യം, ഇങ്ങനെ ആ പല തരത്തിലുള്ള മദ്യങ്ങൾ ഇങ്ങനെ വച്ചിരിക്കും. സ്വർഗാവകാശികൾ എല്ലാവരും കൂടി ഇങ്ങനെ വരും. അവർ ആവശ്യമുള്ളത് എടുത്തൊഴിച്ച് കുടിക്കും, വെച്ചിട്ട് പോവും. എടുത്തൊഴിക്കും, കുടിക്കും. ആ ആവശ്യത്തെ ഇങ്ങനെ കുടിച്ച് ആസ്വദിക്കും. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ സൻജബീല. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ. അവരിങ്ങനെ വന്ന ആവശ്യമുള്ളത് എടുത്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. സ്വർഗത്തിലെ അവസ്ഥ അതാണല്ലോ, ഒന്നും മതിയാവൂല. ഇവിടെ ആവശ്യങ്ങളുടെ ലോകമാണ്, അവിടെ ആഗ്രഹങ്ങളുടെ ലോകമാണ്. ഇവിടെ നമുക്ക് ഒരു ചരുവം ബിരിയാണി കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും, ഒരു പ്ലേറ്റ് ബിരിയാണിയെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ആഖിറത്തിൽ എത്ര ആഗ്രഹമുണ്ടോ അത്രയും ആഗ്രഹം പൂർത്തിയാക്കാൻ പറ്റും. അതാണ് സ്വർഗം.
അള്ളാഹു നമ്മളേക്ക് അവിടെ എത്തിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ സദസ്സ് എന്താണ്? ഇഷ്റബൂന മിൻ കഅസിൻ കാന മിസാജു. അവിടെ വന്ന എല്ലാവരും ഇങ്ങനെ സ്വന്തമായിട്ട് കുടിച്ചുകൊണ്ടേയിരിക്കും. ആവശ്യമുള്ളത് എടുക്കും, കുടിക്കും, വെടുക്കും, കുടിക്കും. ഇതിന്റെ മുകളിലൊരു തട്ടുണ്ട്, മിഡിൽ ക്ലാസ്. അവിടെ നമ്മൾ പോയി ഒഴിച്ചെടുത്ത് കുടിക്കുകയൊന്നും വേണ്ട. അവിടെ ഒഴിച്ചു തരാൻ വേണ്ടി കുറെ ആളുകളുണ്ടാവും. അവിടെ നമ്മൾ ഒഴിച്ചു കുടിക്കണ്ട, അവിടെ മലക്കുകൾ വരും, ആവശ്യമുള്ളത് ഒഴിച്ചു തരും, നമ്മൾ എടുത്തു കുടിക്കും. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ചെറിയ ചെറിയ കുട്ടികളുണ്ടാകും അവിടെ ജോലിക്കാരായിട്ട്. ആ കുട്ടികൾ ഇങ്ങനെ വരും, നമുക്ക് ഒഴിച്ചു തരും, കുടിക്കും. നമ്മുടെ ഭാര്യമാരുണ്ടാകും, അവർ ഒഴിച്ചു തരും, കുടിക്കും. ഹൂർലിങ്ങൾ ഉണ്ടാകും, അവർ വരും, ഒഴിച്ചു തരും, കുടിക്കും. ഇങ്ങനെ സുഖമായിട്ട് നമുക്കിങ്ങനെ ഇരുന്നാൽ മതി. ഓരോ ആളുകൾ ഇങ്ങനെ നമ്മൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും, ആവശ്യമുള്ളത് ചോദിക്കും, നമ്മൾ വാങ്ങിച്ചു കുടിച്ചുകൊണ്ടേയിരിക്കും. ഇതിന്റെ മുകളിലൊരു തട്ടുണ്ട്, ലക്ഷറി ക്ലാസ്. ഇതിന്റെ മുകളിലുള്ളൊരു തട്ട്. അവിടെ എന്താ അവസ്ഥ? അവിടെ ആൾക്കാർ പോയി സ്വന്തമായിട്ട് എടുത്ത് കുടിക്കത്തൊന്നുമില്ല. അവിടെ മലക്കുകൾ ഒഴിച്ചു തരാൻ വരത്തുമില്ല. അവിടെ ഹൗർലിങ്ങളും ഉണ്ടാകൂല, വിൽദാനും മുഖല്ലദൂനും ഉണ്ടാകൂല, ഭാര്യമാരും ഉണ്ടാകൂല. ഇവരൊന്നും ആയിരിക്കത്തില്ല അവിടെ ഒഴിച്ചു തരുന്നത്. എന്തായിരിക്കും അവിടെ നടക്കുന്നത്? വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ. അല്ലാഹു അക്ബർ. അവിടെ നമുക്ക് ആവശ്യത്തിന് ഇതൊക്കെ ഒഴിച്ചു തരുന്ന അള്ളാഹു തന്നെ ഒഴിച്ചു തരും. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ. അത് VIP കളാണ്. അത് ചെറിയ ആൾക്കാരൊന്നുമില്ല, നിസാരക്കാരൊന്നുമില്ല. അള്ളാഹു നേരിട്ടായിരിക്കും അവർക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. കുടിക്ക് അടിമേ, എനിക്ക് വേണ്ടി നീ ദുനിയാവിൽ ലഹരികൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി നിന്നു. നീ എന്നെ പേടിച്ചുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കി, ഇന്ന് ഞാൻ തന്നെ നിനക്കിതാ തരാം. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ. അപ്പൊ പറഞ്ഞു വന്നത്, 3 കൂട്ടം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രിയിൽ, ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും പുറത്തു കൊടുക്കൂല. ഒന്നാമത്തെ ആൾക്കാരാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം ആരാണ്? മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നവർ. അൽ ആഖിലിൽ വാലിദൈൻ. മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നവർ, അവരെ ബുദ്ധിമുട്ടിക്കുന്നവർ, അവരെ പ്രയാസപ്പെടുത്തുന്നവർ, അവരുടെ ശാപം നേടിയെടുക്കുന്നവർ. അങ്ങനെയുള്ളവർക്ക് ഈ രാത്രി പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കൂല. അതുകൊണ്ട് ബഹുമാനികളെ, മാതാപിതാക്കളുടെ വിഷയത്തിൽ ഗൗരവം കാണിക്കണം. വളരെ ഗൗരവമാണ് മാതാപിതാക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പ്രാവശ്യം ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലേ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, എന്നാണോ മാതാപിതാക്കളെ നിന്ദ്യരായി കണക്കാക്കപ്പെടുന്ന ഒരു കാലം വരുന്നത്, അന്ന് നീ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു. മാതാപിതാക്കളെ നിന്ദ്യരാക്കുന്നതായ കാലം, അവരെ അടിച്ചമർത്തുന്നതായ കാലം, അവരെ മോശമായി കാണുന്നതായ കാലം, അവരൊരു ഭാരമായി കാണുന്നതായ കാലം, അങ്ങനെ ഒരു കാലം വന്നാൽ നീ മനസ്സിലാക്കിക്കോ, ഖിയാമത്ത് വരാൻ പോകുന്നു. എത്ര ഗുരുതരമായ ഒരു കാര്യമായിട്ടാണ് നബിതങ്ങൾ പറഞ്ഞത്. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത് അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. നമ്മളുടെ മാതാപിതാക്കളൊക്കെ നമ്മളിൽ തൃപ്തരാണോ അല്ലേ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഈ രാത്രികളിൽ അള്ളാഹു ഇന്നാണ് ലൈലത്തുൽ ഖദർ വച്ചിരിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഈ ഇന്നത്തെ ലൈലത്തുൽ ഖദറിന്റെ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ തീരുമാനത്തിൽ ഞാൻ ഉണ്ടാകുമോ? നമ്മൾ ചിന്തിക്കണം. ഉവൈസുൽ ഖർനി ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. ഉവൈസുൽ ഖർനി ഒരു വലിയ മഹാനായിരുന്നു. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ യമനിൽ ജീവിച്ചിരുന്നതായ ഒരാൾ. ഉവൈസുൽ ഖർനി. പേരുകളും സംഭവങ്ങളും ഒക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം, ഓർത്തു വെക്കണം. നമ്മളുടെ വീടുകളിൽ പോയിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. നാളെ ചോദിച്ചാൽ അപ്പോൾ ഇതൊക്കെ കേട്ടതൊക്കെ വെറുതെ ആവും. ഈ കേട്ടതിനൊക്കെ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ സമാധാനം പറയുകയും വേണം. അതുകൊണ്ട് അമൽ ചെയ്യണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന നിയ്യത്തിലായിരിക്കണം നമ്മളെ കേൾക്കേണ്ടത്. അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഉവൈസുൽ ഖർനി യമനിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം യമനിലെ മുറാദ് എന്നൊരു ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ആ ഗോത്രത്തിൽ തന്റെ ഒരു ശാഖയായ ഖർൻ, അതുകൊണ്ടാണ് ഉവൈസുൽ ഖർനി എന്ന് പറയുന്നത്. ഖർൻ എന്ന് പറയുന്നത് മുറാദ് എന്ന ഒരു ഗോത്രത്തിന്റെ ഒരു ശാഖയാണ്. ആ ശാഖയിൽപ്പെട്ട ആളാണ് ഉവൈസുൽ ഖർനി. മുസ്ലിമായി. ഉമ്മ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മയുടെ ഖിദ്മത്തിലായിട്ട് കഴിഞ്ഞുകൂടുന്നതിന്റെ പേരിൽ അവിടെ നിന്ന് ഒരിടത്തേക്കും പോകാൻ കഴിയുന്നില്ല. ഉമ്മ കിടപ്പ് രോഗിയാണ്. ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേറെ ആരുമില്ല.
അവിടെ നിന്ന് യാത്ര ചെയ്ത് മദീനയിലേക്ക് എത്തി നബിതങ്ങളെ ഒന്ന് കണ്ടാൽ മതി, ആള് സഹാബിയായിത്തീരും. പക്ഷെ ആ ഭാഗ്യത്തിന് അവസരമില്ല. ഉമ്മയെ വിട്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്തതായ സാഹചര്യം. ചരിത്രത്തിന്റെ കിതാബുകളിൽ വരുന്നുണ്ട്, യമനിൽ മദീനയിലേക്ക് കച്ചവട സംഘങ്ങളും അതുപോലെ സഹാബത്തിന്റെ സംഘങ്ങളും പോകുന്നതായ വഴിയുണ്ട്. എല്ലാ ദിവസവും രാവിലെ പണികളൊക്കെ തീർത്തിട്ട് ഓടി വന്ന് ആ വഴിയിൽ നിൽക്കും. ഇന്ന് മദീനയിലേക്ക് ഏതെങ്കിലും യാത്രാ സംഘങ്ങൾ പോകുന്നുണ്ടോ? അവരെ അവിടെ പിടിച്ചിറക്കും. അവരുടെ ഒട്ടകങ്ങളെയും അവരുടെ മൃഗങ്ങളെയും ഒക്കെ കെട്ടിയിടും. അതിന് വെള്ളം കൊടുക്കും, പുല്ല് കൊടുക്കും, അവർക്ക് വേണ്ട ആവശ്യ സാധനങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. എന്നിട്ട് അവരെ സന്തോഷത്തോടു കൂടി മദീനയിലേക്ക് യാത്രയയക്കും. പോകുമ്പോൾ പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി പറയണം, തങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന തുടിക്കുന്ന ഹൃദയവുമായിട്ട് ഉവൈസ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞതിനു ശേഷം വൈകിട്ടും അവിടെ വന്നിരിക്കും, മദീനയിൽ നിന്ന് ഏതെങ്കിലും യാത്രാ സംഘങ്ങൾ തിരിച്ചു പോകുന്നുണ്ടോ എന്ന് നോക്കാൻ. അവർക്ക് വേണ്ടതായ ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ വരുമ്പോൾ നബിതങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു, നബിതങ്ങൾ ഏത് കളർ ഡ്രസ്സാണ് ഇട്ടിരുന്നത്, നബിതങ്ങൾ എങ്ങനെ ഇരിക്കുകയായിരുന്നു, എന്ത് പറയുകയായിരുന്നു, നബിതങ്ങളുടെ മുഖം എങ്ങനെയായിരുന്നു, തലപ്പാവ് എങ്ങനെയായിരുന്നു, ഓരോന്നും ഇങ്ങനെ ചോദിക്കുമായിരുന്നു. ഭയങ്കര ആവേശം. പക്ഷേ ഉമ്മയുടെ പേരിൽ മാത്രം അദ്ദേഹത്തിന് അവിടെ നിന്ന് നാട്ടിൽ നബിതങ്ങളുടെ അടുക്കിലേക്ക് വരാൻ പറ്റിയില്ല. അതിന്റെ പേരിൽ ഇത്ര വലിയൊരു സ്ഥാനത്തെ അദ്ദേഹം ത്യജിക്കാൻ തയ്യാറായി. എന്തിനു വേണ്ടി? ഉമ്മയുടെ ഖിദ്മത്തിന് വേണ്ടി. അള്ളാഹു പകരം എന്ത് നൽകി എന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ഉമർ, അലി, എനിക്ക് ശേഷം ഖർനിൽ നിന്ന്, യമനിൽ നിന്ന് ഉവൈസ് എന്ന് പറയുന്ന ഒരാൾ വരും. അദ്ദേഹത്തിന്റെ രൂപം ഇങ്ങനെയായിരിക്കും, അദ്ദേഹത്തിന്റെ ഭാവം ഇങ്ങനെയായിരിക്കും, കോലം ഇങ്ങനെയായിരിക്കും, അദ്ദേഹത്തിന്റെ അടയാളം ഇതാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. അദ്ദേഹം മുസ്തജാബു ദഅവാത്താണ്. ദുആ ചെയ്താൽ ആ സ്പോട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ആ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകി. ഇത്ര വലിയൊരു പദവി, ഇത്ര വലിയൊരു മഹത്വം അല്ലാഹു നൽകി. എന്തിനാണ്? ഇത്ര വലിയൊരു ത്യാഗം ചെയ്തതിന്റെ പേരിൽ. ഈ സ്ഥാനം അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ്. ആരെടുത്താണ് പറയുന്നത്? അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ. ഇവർക്കൊന്നും ഉവൈസുൽ ഖർനിയുടെ ദുആഇന്റെ ഒരാവശ്യവുമില്ല. അത്ര വലിയ മഹത്തുക്കളാണ്. പക്ഷേ ഈ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുകയാണ്, അദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം കേട്ടോ. അല്ലാഹു അക്ബർ. അങ്ങനെ എല്ലാ വർഷവും ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ഹജ്ജിന് വരുന്ന ആളുകളെടുത്ത് ചോദിക്കുമായിരുന്നു, ഇന്ന നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രാവശ്യം ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന കാലഘട്ടത്തിൽ വന്ന് ചോദിച്ചു, യമനിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോൾ കുറെ പേര് എഴുന്നേറ്റു. അതെ. ഇതിനകത്ത് മുറാദിൽ നിന്നും ആരെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോൾ കുറെ പേര് ഇരുന്നു, ബാക്കി കുറെ പേര് എഴുന്നേറ്റു. ഇതിനകത്ത് ഖർന് ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ കുറച്ചു പേര് എണീറ്റു. ഇതിനകത്ത് ഉവൈസ് എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഉവൈസ് വന്നിട്ടുണ്ട്, ഞങ്ങളെ കൂട്ടത്തിൽ വന്ന ആളാണ്. അപ്പോൾ ഇന്ന അടയാളങ്ങളുള്ള ആളാണോ? അതെ. എവിടെ അദ്ദേഹം അങ്ങ് അറഫയിലാണ്, അവിടെ ഒട്ടകത്തെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ പോയി നോക്കുമ്പോൾ ഒരു മരച്ചുവട്ടിൽ ഉവൈസുൽ ഖർനി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒട്ടകങ്ങളൊക്കെ ചുറ്റും അവിടെ ഇവിടെയായിട്ടൊക്കെ നിൽപ്പുണ്ട്. അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വന്ന് അവിടെ നിന്നു. ആ പുറകിൽ ആള് വന്നതായിട്ട് കണ്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് നമസ്കാരം ചുരുക്കി സലാം വീട്ടി. ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് സംസാരിച്ചു, താങ്കൾ ആരാണ്? ആളെ മനസ്സിലായില്ല, ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണെന്നൊന്നും അറിയില്ല. താങ്കൾ ആരാണെന്ന് ചോദിച്ചു. അന അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ഒരു ദാസനാണ്. ഓർന്ന്, നിങ്ങൾ യമനിൽ നിന്നാണോ? അതെ. മുറാദിൽ നിന്നാണോ? അതെ. ഖർനിൽ നിന്നാണോ? അതെ. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് എന്തുമായിക്കൊള്ളട്ടെ, കാര്യം എന്താണ്? ആളെ മനസ്സിലായില്ല. ഇത്രയും സംസാരിച്ചപ്പോഴത്തേക്കും അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉവൈസ്, ഇത് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്, ഞാൻ അലി ഇബ്നു അബീ ത്വാലിബാണ്. ഒന്നു പേടിച്ചുപോയി, പെട്ടെന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കൾ തന്നെയാണോ ഉവൈസ്? വല്ലാഹി അൻത ഉവൈസ്, താങ്കൾ തന്നെയാണോ ഉവൈസ്? അതെ, ഞാൻ തന്നെയാണ് ഉവൈസ്. എന്തായാലും അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവാതെ എങ്ങനെ ഇരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, താങ്കളെ കണ്ടുമുട്ടിയാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണമെന്ന്. താങ്കൾ കൈ ഉയർത്തി ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അന്തം വിട്ടു. ആർക്ക് വേണ്ടിയാണ്? ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പോലുള്ളതായ ഉന്നതരായ സഹാബാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നബിതങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. ഉവൈസുൽ ഖർനിയുടെ അടുക്കൽ പോയി നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം.
എന്തൊരു സ്ഥാനമാണ് അള്ളാഹു നൽകിയത്, എന്തൊരു സ്ഥാനമാണ് നൽകിയത്. മാതാപിതാക്കളെ ഖിദ്മത്ത് ചെയ്തതിന്റെ പേരിൽ അള്ളാഹു നൽകിയതായ സ്ഥാനം. ആളുകളൊക്കെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോവുകയായിരിക്കും. ഹദീസിലൂടെ വരുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ സ്വർഗത്തിലേക്ക് കയറിപ്പോകും. ഓയിസിൽ കറങ്ങിയ അള്ളാഹു പിടിച്ചു നിർത്തും. ഓയിസ് അവിടെ നിൽക്ക്. ഓയിസ് പറയും, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എന്നെ പിടിച്ചു നിർത്താൻ, എന്നെയും സ്വർഗത്തിലേക്ക് വിടാത്ത എന്താ? ഓയിസ് എന്ന പുറകിലേക്ക് തിരിഞ്ഞു നോക്ക്. അങ്ങനെ വിശാലമായി നീണ്ടു നിവർന്ന് ഇങ്ങനെ നരകാവകാശികളുടെ നിര കാണാൻ പറ്റും. ഓയിസ്, നീ ചെയ്ത ഒരു ഇബാദത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നീ ചെയ്ത ഒരു ഇബാദത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ നിന്റെ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്തു. സഹാബി എന്ന പദവി പോലെ നീ നഷ്ടപ്പെടുത്തി നിന്റെ ഉമ്മയുടെ ഖിദ്മത്തിന്റെ പേരിൽ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിനക്കൊരു ഓഫർ തരുന്നു. നീ ഇങ്ങനെ വിരൽ ചൂണ്ടുക. നിന്റെ വിരൽ എവിടം വരെ എത്തുന്നോ, നിന്റെ ചൂണ്ടൽ എവിടം വരെ എത്തുന്നോ അത്രയും വരെ ഞാൻ സ്വർഗത്തിലേക്ക് കടത്താൻ തയ്യാറാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മാതാപിതാക്കളുടെ ഖിദ്മത്ത് ചെയ്തതിന്റെ പേരിൽ, അവരുടെ തൃപ്തി സമ്പാദിച്ചതിന്റെ പേരിൽ അള്ളാഹു നൽകുന്നതായ അനുഗ്രഹം. പറഞ്ഞു വന്നത്, ലൈലത്തുൽ ഖദറിൽ 3 പേർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുകയില്ല. അതിലൊന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവൻ, രണ്ടാമത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, മൂന്നാമതായിട്ട് സഹോദരങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവൻ. സഹോദരങ്ങളോട് പിണങ്ങിക്കഴിയുന്നവർ, സഹോദരങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നവർ, പിണക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് അള്ളാഹു ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ബന്ധം അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പരസ്പരം സ്നേഹിക്കുകയും ഇണക്കത്തോടുകൂടി കഴിയുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ആ ബന്ധങ്ങൾക്കിടയിൽ ആരെങ്കിലും വിള്ളലുണ്ടാക്കിയാൽ, ആരുടെയെങ്കിലും ഒക്കെ ബന്ധങ്ങൾക്കിടയിൽ ആരെങ്കിലും വിള്ളലുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ അള്ളാഹുവിന് ഭയങ്കര ദേഷ്യമാണ്. ഈ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കോരി പെയ്യുന്നതായ ഈ ദിവസത്തിൽ പോലും അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. അതുകൊണ്ട് നമ്മളൊരു ആത്മവിചിന്തനം നടത്തണം, നമ്മളൊരു വിചാരണ നടത്തണം. ഈ അള്ളാഹു കാക്കുമാറാകട്ടെ, ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ഈ അനുഗ്രഹത്തിന്റെ ദിവസത്തിൽ ഞാൻ ഈ അനുഗ്രഹത്തിൽ നിന്ന് മഹറൂമായി പോകുമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനങ്ങളെ, ചുരുക്കത്തിൽ ഏറ്റവും വലിയ ഇബാദത്തിന്റെ ദിവസങ്ങളാണ് വരുന്നത്. ലൈലത്തുൽ ഖദറിന്റെ ദിവസങ്ങളാണ്, അതുപോലെ തന്നെ ഇഅ്തികാഫിന്റെ ദിവസങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആവേശത്തോടുകൂടി നന്മകൾ ചെയ്യുവാനും ഈ മുഴുവൻ അനുഗ്രഹങ്ങളും, അള്ളാഹു വാഗ്ദാനം ചെയ്ത മുഴുവൻ അനുഗ്രഹങ്ങളിലും ഓഹരി കിട്ടുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.